Hi dears, welcome back to our channel Suji Noolil. സൂപ്പർ മാസ്ക് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാസ്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മാസ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രെച്ചബിൾ ക്ലോത്താണ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ബനിയൻ്റെ ക്ലോത്ത് എടുക്കുക. ശേഷം ഒന്ന് രണ്ടാക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു പീസിനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അളവായിട്ട് നമ്മുടെ കൈയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈയുടെ വിരലുകളൊന്ന് അകത്തി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഈ ഒരു ചൂണ്ടുവിരലിൻ്റെ അതുവരെയുള്ള ഒരളവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ ബനിയൻ ക്ലോത്തിലായതുകൊണ്ട് തന്നെ കറക്റ്റിലുള്ള ഒരു നിറം ഇതിൽ കാണുന്നില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് സൂം ചെയ്തിട്ട് കാണിക്കാം. ഇതുപോലെയാണുള്ളത്. ഇനി ഒരു ചെറിയൊരു എന്തിൻ്റെങ്കിലും ഒരു ചെറിയൊരു മൂടി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരച്ചെടുക്കാം. നമ്മുടെ ചെവിയിലേക്കുള്ള ആ ഒരു ഭാഗത്തിന് നമ്മൾ ഇലാസ്റ്റിക് അല്ലല്ലോ, അതിന് നേരെ ഒരു റൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു ചെറിഞ്ഞൊരു കട്ടിങ് ഉണ്ട് കേട്ടോ. നമ്മുടെ വിരലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളത്. അത് കട്ട് ചെയ്യാനും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക, അങ്ങനെ പിടിച്ചിട്ട് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കൊടുത്താൽ മതി. നമ്മൾ കത്രികയുടെ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. കുറച്ചുള്ളിലേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്യുക, എന്നാൽ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ നല്ല പുതിയ വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് ഡബിൾ ലെയർ കൊടുക്കണമല്ലോ. ഇത് ഒറ്റ ലെയറല്ലേ ഉള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞു പീസും കൂടെ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു അളവ് ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് അടുത്ത പീസ് വേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ട് ലെയറിൽ ഇതുപോലത്തെ ഈ ഒരു ഭാഗം വരെയുള്ള ഒരു അളവ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്തിന് മുകളിൽ ഇത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ആ ഒരു ഭാഗത്ത് വരെയുള്ള അവിടെ നിന്നുള്ള അളവാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ മാർക്ക് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ആദ്യത്തിൻ്റെ അതേ അളവ് തന്നെ ആയിരിക്കില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഫോൾഡിങ് ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ജോയിൻ പരിപാടികളാണ്. അപ്പോൾ ഇത് രണ്ട് പീസും ഇതുപോലെ ഞാനിങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. ചീത്തവശമാണ് ഇപ്പോൾ ഈ മുകളിലേക്ക് കാണുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിന് രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. രണ്ട് പീസും ആയിട്ട് ജോയിൻ ചെയ്യണം. രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിലേക്ക് പിടിച്ചിട്ട് ചീത്തവശം ഇങ്ങോട്ട് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ രണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു പീസും കൂടെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റേ വശവും ആ ഒരു റൗണ്ടിലുള്ള ആ ഒരു വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാം കേട്ടോ. നമ്മുടെ ആ ഒരു മൂക്കിൻ്റെ ആ ഒരു വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഷേപ്പിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അതൊന്നിങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഇതിൻ്റെ നല്ല ഭാഗത്ത് ഒരു പ്രസ് അടി കൊടുക്കൂലേ, നമ്മൾ ഒന്നിങ്ങനെ പതിച്ചിട്ട് അടിക്കൂലേ, അത് ഇതിന് രണ്ടിനും അടിച്ചിട്ട് എടുക്കണം. വലിയ പീസിനും അടിക്കണം, നമ്മുടെ ചെറിയൊരു പീസിനും അടിച്ചിട്ട് എടുക്കണം. അപ്പം അത് രണ്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പീസും അതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. സെൻറ്ററിൽ രണ്ട് പീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അടിക്കുക. പക്ഷെ വലിച്ചു പിടിച്ചിട്ടെന്ന് പറയുമ്പോൾ നല്ലപോലെ വലിച്ചു പിടിക്കരുത് കേട്ടോ. കാരണം ബനിയൻ ക്ലോത്താണ്, നല്ലപോലെ വലിച്ചു പിടിച്ചാൽ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് പോകും കേട്ടോ. അപ്പോൾ ഇനി ഇതിന് ശേഷം രണ്ട് നല്ല വശവും പുറമേക്കായിട്ട്, അതായത് ഉൾവശങ്ങൾ രണ്ടും ഉള്ളിലേക്കാക്കിയിട്ട് തന്നെ നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം ഇവിടെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു വശത്ത് രണ്ട് സൈഡിലും രണ്ട് നീളവശത്തും വീതി വശത്തും, അതായത് 4 ഭാഗത്തും ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ നമ്മളിത് ഉള്ളിലടിച്ചിട്ട് പുറമേക്ക് മറിക്കുന്നതൊന്നല്ല കേട്ടോ. ഇതൊക്കെ പുറത്തേക്ക് കാണുന്ന ഒരു സ്റ്റിച്ചിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റിൽ തന്നെ ചെയ്തിട്ട് എടുക്കുക. ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് കാണുന്ന ഈ ഒരൊറ്റ അടി തന്നെ നമ്മൾ അടിക്കുന്നുള്ളൂ. മറ്റേതിൻ്റെ പോലെ നമ്മൾ മറ്റേ മാസ്കുകളൊക്കെ ചെയ്യുന്ന പോലെ അടിച്ചിട്ട് മറിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിനോട് ചേർന്നിട്ട് നമുക്ക് ഇതുപോലെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മറ്റേ നമ്മൾ ഉള്ളിലേക്ക് മറിക്കുമ്പോൾ അതൊക്കെ പോയി കിട്ടും കേട്ടോ. ഇത് നമ്മൾ പുറത്തേക്ക് കാണുന്ന ഭാഗമാണ്. നമ്മൾ ഫോൾഡ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ബനിയൻ ക്ലോത്ത് ആണ്. നമുക്ക് നൂല് വലിയുന്ന പ്രശ്നമോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരിവശത്ത് കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓവറായിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ മാസ്കിന്റെ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അത് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും നല്ല കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത് തന്നെ ഉടൻ തന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.